നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. 2026 ഈ വിഷുക്കാലം തിരുവാതിര നക്ഷത്രക്കാർക്ക് എങ്ങനെയുള്ള ഫലങ്ങളാണ് കൊണ്ടുവരുന്നത്? ദോഷങ്ങളൊക്കെ മാറി ഐശ്വര്യം വരാൻ പോകുന്ന ഒരു വർഷമാണോ ഇത്? സാമ്പത്തികമായും തൊഴിൽപരമായും കുടുംബപരമായും വിദ്യാഭ്യാസപരമായും ആരോഗ്യപരമായും ഒക്കെ എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് തുടങ്ങി തിരുവാതിര നക്ഷത്രക്കാരുടെ 2026 സമ്പൂർണ്ണ വിഷുഫലം എന്താണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രം. ഇവർക്ക് 2026 വിഷു മുതൽ സമയം അനുകൂലമായിട്ടൊക്കെ മാറുകയാണ്. കഴിഞ്ഞ കുറച്ചു കാലമായി അനുഭവിച്ചിരുന്ന മാനസിക വിഷമതകളിൽ നിന്നും തടസ്സങ്ങളിൽ നിന്നും ഒക്കെ മോചനം ലഭിക്കുന്നതുമാണ്. അതുപോലെ നിങ്ങളുടെ ആത്മവിശ്വാസമൊക്കെ വർദ്ധിക്കുകയും പുതിയ കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കാൻ ധൈര്യമൊക്കെ ലഭിക്കുകയും ചെയ്യുന്ന സമയമാണിത്. ശിവാനുഗ്രഹമൊക്കെ നിങ്ങൾക്ക് കൂടുതൽ ഉള്ളതിനാൽ തടസ്സപ്പെട്ട പല കാര്യങ്ങളും വേഗത്തിൽ നടപ്പിലാക്കാനും സാധിക്കുന്നതാണ്. ആദ്യം നിങ്ങളുടെ തൊഴിൽ സ്ഥിതി എങ്ങനെ പോകും എന്ന് നോക്കാം. തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വർഷത്തെ ഏറ്റവും പ്രധാന കാര്യം ശനി 10ാം ഭാവത്തിൽ നിൽക്കുന്നു എന്നതാണ്. ജ്യോതിഷത്തിൽ 10ാം ഭാവം എന്നത് കർമ്മപഥത്തെയാണ് സൂചിപ്പിക്കുന്നത്. ശനി 10ൽ നിൽക്കുമ്പോൾ കർമ്മണ്യെ വാദികാരസ്ഥ്യെ എന്ന തത്വം പോലെയാണ്. നിങ്ങൾ എത്രത്തോളം കഠിനാധ്വാനം ചെയ്യുന്നുവോ അത്രത്തോളം വലിയ ഉയർച്ച നിങ്ങളെ തേടിയെത്തുന്നതാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ടൊക്കെ നിങ്ങൾ ചെയ്ത അധ്വാനത്തിന് ഫലമൊന്നും ലഭിക്കുന്നില്ല എന്ന പരാതിയൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ വിഷു മുതൽ ആ സ്ഥിതിക്കൊക്കെ ഒരു മാറ്റം വരികയാണ്. മുടങ്ങിക്കിടന്ന പ്രമോഷനുകളെ, അതുപോലെ തടസ്സപ്പെട്ട ശമ്പള വർധനവ് എന്നിവയെല്ലാം അനുകൂലമായിട്ടൊക്കെ വരുന്നതാണ്. വ്യാഴം ഉച്ചത്തിലേക്ക് ജൂണിലൊക്കെ മാറുമ്പോൾ വ്യാഴത്തിൻ്റെ ദൃഷ്ടി 10ാം ഭാവത്തിലേക്കും ഉണ്ടാകും. ഇത് ജോലിക്കൊക്കെ കൂടുതൽ ഗുണകരമാണ്. 10ൽ ശനി നിൽക്കുന്നത് നിങ്ങൾക്ക് പുതിയ ഉത്തരവാദിത്തങ്ങളൊക്കെ നൽകുന്നതാണ്. ഇതാദ്യം നിങ്ങളെ അല്പം സമ്മർദ്ദത്തിലൊക്കെ ആക്കും. പുതിയ ഉത്തരവാദിത്തങ്ങളൊക്കെ വരുമ്പോൾ അത് ഭംഗിയായിട്ടൊക്കെ പൂർത്തീകരിക്കുന്നതിലൂടെ നിങ്ങളുടെ പദവിയൊക്കെ ഉയരുകയും എല്ലാവരുടെയും പ്രശംസയൊക്കെ പിടിച്ചു പറ്റാൻ സാധിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. ആദ്യം നിങ്ങൾക്ക് അല്പം ബുദ്ധിമുട്ടുണ്ടായാലും അത് പിന്നീട് മാറുന്നതാണ്. നിലവിലെ ജോലിയിലൊക്കെ സംതൃപ്തരല്ലാത്തവർക്ക് പുതിയൊരു മേഖലയിലേക്കൊക്കെ മാറാനും പറ്റിയ സമയമാണിത്. പ്രത്യേകിച്ച് ഇരുമ്പ്, മണ്ണ്, അതുപോലെ കൃഷി സംബന്ധമായ ജോലികൾ ഒക്കെ ചെയ്യുന്നവർക്ക് നല്ല സമയം തന്നെയാണ്. ശനി 10ൽ നിൽക്കുമ്പോൾ അലസത ഒട്ടും പാടില്ല. ജോലിയിൽ കൃത്യനിഷ്ഠത പാലിച്ചില്ലെങ്കിൽ മേലധികാരികളിൽ നിന്ന് കുറ്റപ്പെടുത്തലുകൾ ഒക്കെ ഉണ്ടാകാം. അതുപോലെ നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാം എന്ന് കരുതി ഒരു കാര്യവും മാറ്റിവെക്കരുത്. സഹപ്രവർത്തകരുമായിട്ട് അനാവശ്യമായ തർക്കങ്ങളിലൊന്നും ഏർപ്പെടാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ്. ശനിദോഷമൊക്കെ കുറയ്ക്കാൻ അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം വഴിപാട് ശനിയാഴ്ച തോറും കഴിക്കുന്നത് നല്ലതാണ്. ഇനി ശനിയാഴ്ച തോറും കഴിക്കാൻ സൗകര്യമില്ലാത്തവർക്ക് തിരുവാതിര നക്ഷത്രം മാസത്തിൽ വരുന്ന പക്കപ്പിറന്നാൾ തോറും നീരാഞ്ജനം വഴിപാടും കഴിക്കാവുന്നതുമാണ്. വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം അനുകൂലമായ തീരുമാനങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. സാമ്പത്തികമായിട്ടൊക്കെ നിലയൊക്കെ മെച്ചപ്പെടുമെങ്കിലും അനാവശ്യമായിട്ടുള്ള ചിലവുകളും നിയന്ത്രിക്കേണ്ടതാണ്. ഇനി ബിസിനസ്സുകാർക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് പുതിയൊരു ഷോപ്പൊക്കെ തുടങ്ങാനോ അല്ലെങ്കിൽ നിലവിലുള്ള ബിസിനസ്സൊക്കെ വിപുലീകരിക്കാനോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഈ വിഷു മുതൽ പുതിയ വഴിയൊക്കെ തെളിയുന്നതാണ്. ഉദാഹരണത്തിന് നിങ്ങളൊരു ചെറിയ കടയൊക്കെ നടത്തുന്നയാളാണെങ്കിൽ അതൊരു വലിയ കടയാക്കി മാറ്റാനോ ഒക്കെയുള്ള സാഹചര്യം ഈ വർഷം വന്നു ചേരുന്നതാണ്. പങ്കാളിത്ത ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഈ സമയത്ത് അല്പം ജാഗ്രതയൊക്കെ പാലിക്കേണ്ടതാണ്. അതുപോലെ നിങ്ങളുടെ ബിസിനസ് ഓൺലൈൻ മേഖലയിലേക്ക് മാറ്റാനോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴിയുള്ള മാർക്കറ്റിങ്ങോ ഒക്കെ നടത്തുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് കൂടുതൽ കസ്റ്റമേഴ്സിനെയൊക്കെ ലഭിക്കാൻ സഹായിക്കുന്നതാണ്. പണക്കാരനാകാൻ വേണ്ടി കുറുക്കു വഴികൾ യാതൊരു കാരണവശാലും തേടരുത്. ശനി കഠിനാധ്വാനത്തിൻ്റെയൊക്കെ ദേവനായതിനാൽ അധ്വാനത്തിനനുസരിച്ച് മാത്രമേ പണം ലഭിക്കുകയുള്ളൂ. കുറുക്കു വഴിയിലൂടെ പോയാൽ യാതൊന്നും ലഭിക്കുന്നതും അല്ല. ഇനി സാമ്പത്തിക സ്ഥിതി എങ്ങനെയുണ്ടെന്ന് നോക്കാം. 2026 വിഷു മുതൽ തിരുവാതിര നക്ഷത്രക്കാരുടെ കയ്യിൽ പണം എങ്ങനെ വന്നു ചേരും, എവിടെയൊക്കെ ചിലവാകും എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്.
ശനി 10ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് കഠിനാധ്വാനത്തിനൊക്കെ അനുസരിച്ചുള്ള വലിയ സാമ്പത്തിക നേട്ടങ്ങൾ ഈ വർഷം നിങ്ങൾക്കുണ്ടാകുന്നതാണ്. വ്യാഴം ഉച്ചഭാവത്തിലൊക്കെ ജൂണിൽ നിങ്ങളുടെ 2ാം ഭാവത്തിലേക്കാണ് വരുന്നത്. അത് നിങ്ങൾക്ക് കൂടുതൽ സാമ്പത്തിക നേട്ടം ജൂൺ മാസത്തിന് ശേഷം ഉണ്ടാകാൻ സഹായിക്കുന്നതാണ്. ജോലിക്കൊക്കെ പുറമെ മറ്റു വഴികളിലൂടെയും പണം സമ്പാദിക്കാൻ തിരുവാതിര നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ്. ഉദാഹരണത്തിന് കൃഷിയിലൂടെയോ അല്ലെങ്കിൽ എന്തിൻ്റെയെങ്കിലും കമ്മീഷൻ വഴിക്കോ ഓൺലൈൻ വർക്കുകളിലൂടെയോ ഒക്കെ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ വരുമാനം കണ്ടെത്താൻ സാധിക്കുന്നതാണ്. ഓഹരി വിപണിയിലൊക്കെ താല്പര്യമുള്ളവർക്കാണെങ്കിൽ ഈ വർഷം നേട്ടമുണ്ടാക്കാൻ സാധിക്കുന്നതാണ്. പക്ഷേ മറ്റൊരാളുടെ വാക്കൊക്കെ കേട്ട് വലിയ തുകകളൊക്കെ ഒന്നിച്ച് നിക്ഷേപിച്ചാൽ നഷ്ടവും ഉണ്ടാകുന്നതാണ്. പണ്ട് ആർക്കെങ്കിലും കടം കൊടുത്ത തുക അല്ലെങ്കിൽ കുടുംബ സ്വത്തുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് തർക്കങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ട് നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ തുകകളൊക്കെ ഈ വർഷം ലഭിക്കാനും സാധ്യതയുണ്ട്. വരുമാനമൊക്കെ കൂടുന്നതനുസരിച്ച് തന്നെ ഈ വർഷം ചിലവുകളും കൂടാൻ സാധ്യതയുണ്ട്. കുടുംബത്തിലെ മംഗളകർമ്മങ്ങൾക്കായും അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നമായിട്ടൊക്കെ ബന്ധപ്പെട്ടും ഒക്കെ ചിലവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ വർഷം സാമ്പത്തിക കാര്യത്തിൽ ആർക്കും ജാമ്യം നിൽക്കുകയോ അല്ലെങ്കിൽ വലിയ തുകകളൊന്നും കടം കൊടുക്കുകയോ ചെയ്യരുത്. ഗൃഹനിർമ്മാണമോ വീട് പണിയാനോ ഒക്കെ സാധ്യത തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ വർഷം ഉണ്ടാകുന്നതാണ്. ഇനി കുടുംബജീവിതം എങ്ങനെയുണ്ടെന്ന് നോക്കാം. പങ്കാളിയുമായിട്ടൊക്കെ കഴിഞ്ഞ കുറച്ചു കാലമായി നിലനിന്നിരുന്ന ചെറിയ തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളുമൊക്കെ ഈ വർഷം അവസാനിക്കുന്നതാണ്. പങ്കാളിയുടെയൊക്കെ ഭാഗത്തു നിന്ന് സാമ്പത്തികമായ സഹായമോ അല്ലെങ്കിൽ മാനസികമായ പിന്തുണയോ ഒക്കെ ഈ വർഷം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. മക്കളുടെ കാര്യത്തിൽ നിങ്ങൾ അഭിമാനിക്കുന്ന പല നിമിഷങ്ങളും ഈ വർഷം നിങ്ങൾക്കുണ്ടാകാം. തിരുവാതിരക്കാർക്ക് ഈ വർഷം കുടുംബത്തോടൊപ്പം പുതിയ വീട്ടിലേക്ക് മാറാനോ അല്ലെങ്കിൽ നിലവിലുള്ള വീട് മനോഹരമാക്കി പുതുക്കി പണിയാനോ ഒക്കെയുള്ള ഒരു ഭാഗ്യവും ലഭിക്കുന്നതാണ്. മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ ഈ വർഷം ഒരു പ്രത്യേക ശ്രദ്ധ നിങ്ങൾ കൊടുക്കേണ്ടതാണ്. അതുപോലെ കുടുംബത്തിൽ ഒരു മംഗളകർമ്മം നടക്കാനും സാധ്യതയുണ്ട്. എല്ലാം ശുഭകരമൊക്കെ ആണെങ്കിലും ചില കാര്യങ്ങളിലൊക്കെ ഒരു ശ്രദ്ധയും വേണം. വാക്കുകളൊക്കെ പലപ്പോഴും സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടതാണ്. ദേഷ്യം വരുമ്പോൾ പെട്ടെന്ന് പ്രതികരിക്കുന്നത് ഒഴിവാക്കണം. അല്പസമയം കഴിഞ്ഞതിന് ശേഷം മാത്രം എന്തെങ്കിലും മറുപടിയൊക്കെ പറയുക. അതും ആലോചിച്ച് ഉറപ്പിച്ച് വേണം എന്ത് കാര്യത്തിനും മറുപടി പറയേണ്ടത്. കുടുംബത്തിൽ ചെറിയ വിള്ളലുകളൊക്കെ ഇല്ലെങ്കിൽ ഇത് ഉണ്ടാക്കിയേക്കാം. ബന്ധുക്കളുമായിട്ടൊക്കെ പണമിടപാടുകളൊക്കെ നടത്തുമ്പോഴും വളരെയധികം കൃത്യതയൊക്കെ പാലിക്കേണ്ടതാണ്. ഇനി തിരുവാതിര നക്ഷത്രത്തിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. കഴിഞ്ഞ സമയങ്ങളിലൊക്കെ പഠനത്തിലൊക്കെ അല്പം അലസതയൊക്കെ കാണിച്ചിരുന്ന കുട്ടികളാണെങ്കിൽ ഈ വിഷുവിനൊക്കെ ശേഷം അപ്രതീക്ഷിതമായ ഗൗരവത്തോടെയൊക്കെ പഠനത്തിൽ ശ്രദ്ധയൊക്കെ കേന്ദ്രീകരിക്കാൻ സാധിക്കുന്നതാണ്. പരീക്ഷകളിലൊക്കെ ഉയർന്ന മാർക്ക് വാങ്ങണമെന്ന വാശി ഈ സമയത്ത് നിങ്ങൾക്കുണ്ടാകുന്നതാണ്. വിദേശ സർവകലാശാലകളിലൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിനുള്ള തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടുന്നതാണ്. PSC UPSC തുടങ്ങിയ മത്സര പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുക്കുന്നവർക്ക് ശനി 10ാം ഭാവത്തിൽ നിൽക്കുന്നത് ഒരു കർമ്മസിദ്ധി നൽകുന്നതിനാൽ ചിട്ടയായ പഠനമൊക്കെ നടത്തിയാൽ സർക്കാർ ജോലി എന്ന സ്വപ്നം ഈ വർഷം നിങ്ങൾക്ക് യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുന്നതാണ്. പരീക്ഷാ സമയത്ത് നിങ്ങൾക്കുണ്ടാകുന്ന അമിത ഉത്കണ്ഠ നിങ്ങൾക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത് മറികടക്കുന്നതിന് വേണ്ടി ദിവസവും അല്പസമയം ധ്യാനിക്കുന്നതൊക്കെ വളരെയധികം നല്ലതാണ്. അതുപോലെ യോഗ ഒക്കെ ചെയ്യുന്നതും നിങ്ങളുടെ ഈ ഉത്കണ്ഠ അകറ്റുന്നതാണ്. അതുപോലെ സൗഹൃദങ്ങൾ പഠനത്തെ ബാധിക്കാതെയും ശ്രദ്ധിക്കേണ്ടതാണ്. ലക്ഷ്യബോധത്തോടെയൊക്കെ നീങ്ങിയാൽ വിജയം നിങ്ങളുടേതായിരിക്കും ഈ വർഷം. ഇനി ആരോഗ്യസ്ഥിതി നോക്കാം. ആരോഗ്യകാര്യങ്ങളിൽ ചെറിയ ജാഗ്രതയൊക്കെ പുലർത്തേണ്ട സമയമാണ്. പ്രത്യേകിച്ച് ഉദര സംബന്ധമായ അസുഖമൊക്കെ ഉള്ളവരെ കൃത്യമായ വ്യായാമമൊക്കെ ശീലിക്കുന്നത് നന്നായിരിക്കും. അതുപോലെ ഭക്ഷണ കാര്യത്തിലൊക്കെ അല്പം ശ്രദ്ധ പുലർത്തേണ്ടതാണ്. ദോഷഫലങ്ങളൊക്കെ കുറയ്ക്കാനും ഐശ്വര്യമൊക്കെ വർദ്ധിക്കാനും തിരുവാതിര നക്ഷത്രക്കാർ എന്തൊക്കെ ചെയ്യണം എന്നും നോക്കാം. തിങ്കളാഴ്ചകളിൽ ശിവക്ഷേത്ര ദർശനം നടത്തുകയും ധാര, പിൻവിളക്ക് തുടങ്ങിയ വഴിപാടുകളൊക്കെ കഴിക്കുകയും ചെയ്യുക. രാഗദോഷമൊക്കെ മാറാനായി നാഗദൈവങ്ങളെയൊക്കെ പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ്. ഓം നമഃശിവായ എന്ന മന്ത്രം ദിവസവും ജപിക്കുന്നത് മാനസിക സമാധാനത്തിന് സഹായിക്കുന്നതാണ്. തിരുവാതിര നക്ഷത്രക്കാർക്ക് 2026 വിഷുഫലം വളരെയധികം പ്രതീക്ഷാ നിർഭരമാണ്. കഠിനാധ്വാനവും ഈശ്വരവിശ്വാസവും ഒക്കെ ഉണ്ടെങ്കിൽ വലിയ നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതാണ്.
ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ ജ്യോതിഷ വാർത്തകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.